യെസ്, 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് 1 ലക്ഷമാക്കുക, പിന്നീട് ആ 1 ലക്ഷം രൂപയെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് 1 കോടി രൂപയാക്കുക. ഇതെല്ലാം തന്നെയാകും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പുതിയതായി വരുന്ന പല ആൾക്കാരും സ്വപ്നം കാണുന്നത്. എന്നാൽ ഇത് സാധ്യമാണോ? സാധ്യമാകുമെന്ന് തന്നെയാണ് പോർട്ട്ഫോളിയോ മാനേജറും ഓതറുമായിട്ടുള്ള ക്രിസ്റ്റഫർ മേയർ തന്റെ ഈ 100 ബാഗേഴ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകാലങ്ങളിലുള്ള 100ഓളം മൾട്ടി ബാഗർ സ്റ്റോക്കുകളെ എടുത്തു. ആ സ്റ്റോക്കുകളിലെല്ലാം തന്നെ കോമൺ ആയിട്ട് കണ്ട കാര്യങ്ങൾ എന്താണെന്ന് സ്റ്റഡി നടത്തി. അപ്പോൾ അങ്ങനെ അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങളാണ് ഈ ഒരു ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പുതിയ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ ഡോളറിന് പുറത്തും $100 റിട്ടേൺ കിട്ടുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളാണ് കണ്ടെത്തിയതെന്നും അതിനെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും അത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ദിസ് ഈസ് മാർക്കറ്റ് ഫീഡ്. ഞാൻ അമലക്ഷയ്. നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ 100 ബാഗേഴ്സ് ഓഹരികളുടെ സവിശേഷതകൾ എന്താണെന്നും അതുപോലെ ഈ ഓഹരികളെ എങ്ങനെ കണ്ടെത്താമെന്നും ഇതിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നും അതുപോലെ തന്നെ ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും എല്ലാം തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പോയിന്റിലേക്ക് നോക്കുകയാണെങ്കിൽ ലുക്ക് ഇൻ ടു സ്മാൾ കമ്പനീസ്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നേരം പല ആൾക്കാരും നമ്മളോട് പറയാറുണ്ട് ഇത്തരത്തിൽ നിങ്ങൾ ഒന്നെങ്കിൽ ബ്ലൂ ചിപ്പ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾ നിഫ്റ്റി 50 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. എന്നാൽ ഇത്തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരം കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ പറയുന്ന രീതിയിൽ $1 ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് $100 എത്താൻ സാധിക്കുകയില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഓതർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങൾ ലാർജ് ക്യാപ്പ് കമ്പനികളിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യരുത്. പകരം നിങ്ങൾക്ക് ഇത്തരത്തിൽ മൾട്ടി ബാഗർ 100 ബാഗർ കമ്പനീസ് ആണ് കണ്ടെത്തേണ്ടതെങ്കിൽ നിങ്ങൾ അവിടെ നോക്കേണ്ടത് സ്മോൾ ക്യാപ്പ് കമ്പനികളിലേക്കാണ്. അതായത് ഇന്ന് സ്മോൾ ക്യാപ്പ് കമ്പനി ആയിരിക്കും, എന്നാൽ ഒരു 10-20 വർഷങ്ങൾക്ക് ശേഷം ലാർജ് ക്യാപ്പ് ആവാൻ സാധ്യതയുള്ള കമ്പനികളെ കണ്ടെത്തണമെന്നാണ് ഇത്തരത്തിൽ ക്രിസ്റ്റഫർ മേയർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ മൾട്ടി ബാഗർ കമ്പനികളെ കണ്ടെത്തി അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും 5,000 കോടി മാർക്കറ്റ് ക്യാപ്പിന് താഴെയുള്ള കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് ഇത്തരത്തിൽ ക്രിസ്റ്റഫർ മേയർ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സ്മോൾ കമ്പനികളിലേക്ക് മാത്രം നോക്കുക. അപ്പോൾ രണ്ടാമത്തെ പോയിന്റിലേക്ക് വരികയാണെങ്കിൽ ടിൻ എഞ്ചിൻസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ പറയുന്ന പോലെ നിങ്ങൾ ഒരു സ്മോൾ ക്യാപ്പ് കമ്പനി കണ്ടെത്തി അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ കമ്പനിയിൽ ഈ പറയുന്ന രീതിയിൽ 2 എഞ്ചിനുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഒന്ന് അദ്ദേഹം ഇവിടെ പറയുന്ന എഞ്ചിൻ എന്ന് പറഞ്ഞാൽ അത് കമ്പനിയുടെ റവന്യൂ ആണ്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു എഞ്ചിൻ എന്ന് പറഞ്ഞാൽ അത് കമ്പനിയുടെ വാല്യുവേഷൻ ആണ്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ സെയിൽസ് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ റവന്യൂ നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് അദ്ദേഹം പറയുന്ന ആദ്യത്തെ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് കമ്പനിയുടെ വാല്യുവേഷൻ. ആ കമ്പനിയുടെ വാല്യുവേഷനും നല്ലതുപോലെ ഗ്രോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നാണ്. ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പം മനസ്സിലാക്കാനായിട്ട് ഞാനൊരു ഉദാഹരണം സഹിതം പറയാം. അതായത് ഒരു കമ്പനി, ഒരു എക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി, ഈ പറയുന്ന കമ്പനിയുടെ വരുമാനവും അതുപോലെ തന്നെ വിൽപ്പനയും സെയിലും നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന കമ്പനിയുടെ വരുമാനവും സെയിലും എല്ലാം നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിലും ആ കമ്പനിയുടെ ഇപ്പുറത്തേക്ക് നോക്കിയപ്പോൾ ആ കമ്പനിയുടെ കഴിഞ്ഞ 5 വർഷത്തെ വാല്യുവേഷൻ കൂടുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ഷെയർ പ്രൈസ് ഏകദേശം നിന്നെടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കത് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്ന ആ ഒരു ഭാഗം മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, എന്നാൽ ഈ വാല്യുവേഷൻ എന്ന് പറയുന്ന ആ ഒരു എഞ്ചിൻ വർക്ക് ചെയ്യുന്നില്ലെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കാം? ഒന്നെങ്കിൽ ആ കമ്പനിക്ക് നല്ല റവന്യൂ അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പോലും അധികം ചിലവുണ്ടായിരിക്കും, അതുകൊണ്ട് തന്നെ ആ കമ്പനിക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ കമ്പനിയുടെ ഈ പറയുന്ന വാല്യുവേഷൻ കൂടാതിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു നോക്കുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ വാല്യുവേഷൻ അല്ലെങ്കിൽ ഷെയറിന്റെ വില നല്ലതുപോലെ കൂടുന്നുണ്ട്, എന്നാൽ അതേസമയം നമ്മൾ ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ അവരുടെ സെയിൽ ബെറ്റർ ആകുന്നില്ല, അവരുടെ പ്രോഫിറ്റ് ബെറ്റർ ആകുന്നില്ല, അവരുടെ റവന്യൂ കൂടുന്നില്ല, ഒന്നും തന്നെ നടക്കുന്നില്ല. അതിനർത്ഥം ഇവിടെ റവന്യൂ എന്ന് പറയുന്ന എഞ്ചിൻ വർക്ക് ചെയ്യുന്നില്ല, അതേസമയം വാല്യുവേഷൻ എന്ന് പറയുന്ന എഞ്ചിൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയും ഒരു പൊരുത്തക്കേട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ വർക്ക് ചെയ്താൽ മാത്രമേ ആ കമ്പനി ബെറ്റർ ആണെന്നും ആ കമ്പനി അടിപൊളിയായി മുന്നിലേക്ക് പോകുമെന്നും നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 2 എഞ്ചിനുകളും ഇത്തരത്തിൽ സ്മോൾ ക്യാപ്പ് കമ്പനികളിൽ മാത്രമല്ല പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യേണ്ടത്, ഇത്തരത്തിൽ ലാർജ് ക്യാപ്പ് കമ്പനികളിൽ കൂടി ഇത് വർക്ക് ചെയ്താൽ മാത്രമേ ആ കമ്പനിക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് ഉണ്ടെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് മാത്രം ഞാനിവിടെ വന്നിരിക്കുന്ന റിലയൻസിന്റെ ചാർട്ടിലേക്കാണ്. അപ്പോൾ നമ്മൾ റിലയൻസിന്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് കാണാം 2010 മുതൽ 2017 വരെയുള്ള കാലഘട്ടങ്ങളിൽ റിലയൻസിന്റെ സ്റ്റോക്ക് കൺസോൾഡേറ്റ് ചെയ്യുകയാണ്. അതായത് ഒരു 400, 500, 600 റേഞ്ചിനുള്ളിൽ മാത്രം ഇങ്ങനെ കൺസോൾഡേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ നമ്മൾ ഇത്തരത്തിൽ സ്ക്രീനറിലേക്ക് പോവുകയാണ്. സ്ക്രീനറിൽ വന്നിട്ട് നമ്മൾ റിലയൻസ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ 2012 തൊട്ട് 17 വരെയുള്ളൊരു കാലഘട്ടം എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന റിലയൻസിന്റെ പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു സൈഡിൽ ഈ പറയുന്ന എഞ്ചിൻ, അതായത് റവന്യൂ പ്രോഫിറ്റ് എന്ന് പറയുന്ന ആ ഒരു എഞ്ചിൻ വർക്ക് ചെയ്യുന്നുണ്ട്, എന്നാൽ അതേ കാലഘട്ടത്തിൽ അതേ ടൈം പീരീഡിൽ തന്നെ ഇപ്പുറത്ത് നമ്മൾ ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ വാല്യുവേഷൻ കൂടുന്നില്ല. അപ്പോൾ ഈ ഒരു ടൈം ഫ്രെയിമിൽ ലാർജ് ക്യാപ്പ് ആയിരിക്കുന്ന റിലയൻസിൽ പോലും ഈ പറഞ്ഞ 2 എഞ്ചിനും വർക്ക് ചെയ്യാതെ വന്നിട്ടുണ്ട്. ആ സമയത്ത് ആ സ്റ്റോക്ക് നോർമലി പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ പിന്നീട് ഈ ഒരു 2017 കഴിഞ്ഞ സമയത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ 2 എഞ്ചിനും വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ആദ്യം ഓൾറെഡി
ഓൾറെഡി പ്രോഫിറ്റ് എന്ന് കാണിക്കുന്ന ആ ഒരു എഞ്ചിൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ പിന്നീട് 2017 ശേഷം ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ 2017 ശേഷം പിന്നീട് ആ ഒരു കമ്പനിയുടെ ഷെയറിന്റെ വാല്യൂ കൂടുന്നുണ്ട്. അതായത് കമ്പനിയുടെ വാല്യുവേഷനും കൂടുന്നതായിട്ട് കാണാം. അപ്പോൾ ക്രിസ്റ്റഫർ മേയർ പറയുന്ന ഈ രണ്ട് എഞ്ചിൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പനിയുടെ ആ ഒരു അടിസ്ഥാനപരമായ കമ്പനി നല്ലതാണോ, നല്ല രീതിയിലാണോ അതിന്റെ പ്രവർത്തനങ്ങൾ പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഒരു പക്ഷേ രണ്ടാമത്തെ എഞ്ചിൻ മാത്രമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ ആ കമ്പനിയുടെ ഷെയറിന്റെ വില മാത്രമാണ് ഉയരുന്നത്. അങ്ങനെയെങ്കിൽ അതൊരു പമ്പ് ആൻഡ് ഡംപ് ആണെന്ന് നിങ്ങൾക്ക് വിലയിരുത്താവുന്നതാണ്. അപ്പോൾ എങ്ങനെ ഇത്ര സ്റ്റോക്കുകൾ കണ്ടെത്താമെന്നുള്ളൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സ്ക്രീനറിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുക്കുകയാണ്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് എന്താണ്, അതായത് സ്മോൾ ക്യാപ്പിലായിരിക്കണം നമ്മൾ നോക്കേണ്ടതെന്ന്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ 5000 മാർക്കറ്റ് ക്യാപ്പിന് താഴെയുള്ള കമ്പനികൾ എന്നാണ് നമ്മളിവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രൈസ് ഓൾ ടൈം ഹൈ ആയിരിക്കണം, അതായത് വാല്യുവേഷൻ കൂടുന്നുണ്ടെന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ സെയിൽസ് കൂടണം അല്ലെങ്കിൽ റവന്യൂ കൂടണം എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം കൂടെ വെച്ചിട്ട് ഇത്തരത്തിൽ നമ്മൾ ക്വറി റൺ ചെയ്യാൻ പോവുകയാണ്. നോക്കാം. അപ്പോൾ നമുക്കിവിടെ സ്ക്രീനറിൽ കുറേ കമ്പനികളുടെ പേര് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പനികളെല്ലാം തന്നെ നല്ലതാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല, കാരണം ഇതെല്ലാം തന്നെ സ്മോൾ ക്യാപ്പ് കമ്പനികളാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ നേരം ഇത്തരത്തിൽ ഏത് സെക്ടറാണ് ഇത്തരത്തിൽ നല്ലതുപോലെ റാലി ചെയ്യാൻ സാധ്യതയുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു സെക്ടറിലെ കമ്പനികളെ മാത്രമായിട്ടും സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ ആ ഒരു സെക്ടർ കൊടുക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ആ ഒരു സെക്ടർ ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇത്തരത്തിൽ നിഫ്റ്റിയുടെ പല സെക്ടോറിയൽ ഇൻഡെക്സുകളിലേക്ക് നോക്കിക്കൊണ്ട് ഏതാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ട് അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ ഏതൊക്കെ സെക്ടറാണ് അടിപൊളിയാകാൻ സാധ്യതയുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു സെക്ടറിലുള്ള കമ്പനികളിൽ ഇത്തരം സെർച്ച് നടത്തിയാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ നിങ്ങൾ കുറേ കമ്പനികൾ കണ്ടെത്തിയില്ലേ. അപ്പോൾ ഈ പറയുന്ന കമ്പനികളിലെല്ലാം തന്നെ നിങ്ങൾ ഫണ്ടമെന്റൽ സ്റ്റഡി നടത്തിയാൽ മാത്രമേ ഈ കമ്പനി അടിപൊളിയാണോ ബെറ്റർ ആണോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഫണ്ടമെന്റൽ സ്റ്റഡി നടത്താൻ പോകുമ്പോൾ വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അതാണ് കമ്പനിയുടെ ഓണർ തന്നെ ആയിരിക്കണം ആ കമ്പനിയുടെ ഓപ്പറേറ്റർ എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം പല കമ്പനികളും അതിൻ്റെ ഓണേഴ്സ് ആവണമെന്നില്ല ഓപ്പറേറ്റ് ചെയ്തത്. അവർ ഒരുപക്ഷെ സാലറിയുടെ പേഴ്സൺസിനെ ഹയർ ചെയ്തിട്ടായിരിക്കാം ഇത്തരത്തിൽ CEO ആയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളെ ഹയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. എന്നാലും നമ്മൾ നോക്കുകയാണെങ്കിൽ ആമസോണിൻ്റെയൊക്കെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ജെഫ് ബസോസ് തന്നെയായിരുന്നു ആ കമ്പനി ആദ്യം തന്നെ ഫൗണ്ട് ചെയ്ത് തുടങ്ങിയതും ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് ആ കമ്പനി ഇത്ര വലിയ ലെവലിലേക്ക് എത്തിച്ചു കൊണ്ടുപോയതും. അപ്പോൾ ഇത്തരത്തിൽ അതിൻ്റെ ഓണർ തന്നെയാണ് ആ കമ്പനിയെ ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ കമ്പനിയെ വളർത്താൻ വേണ്ടി അദ്ദേഹം അതിൻ്റെ ഏതറ്റം വരെയും പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനിയിൽ എത്രത്തോളം ഷെയറാണ് ആ പറയുന്ന ഓണർ അല്ലെങ്കിൽ ഓണർ ഓപ്പറേറ്റർ ആയിട്ടുള്ള വ്യക്തി ഹോൾഡ് ചെയ്തേക്കുന്നത് മനസ്സിലാക്കുക. അദ്ദേഹം തന്നെയാണ് ആ ഒരു കമ്പനിയെ മുന്നിൽ നിന്ന് നയിക്കുന്നതെന്നും നിങ്ങൾ ഉറപ്പുവരുത്തുക. അതായത് ക്രിസ്റ്റഫർ മേയർ പറയുന്നത് അദ്ദേഹം സ്റ്റഡി നടത്തിയിരുന്ന 100 മൾട്ടിബാഗർ സ്റ്റോക്കുകളിൽ അതിൻ്റെ ഓണേഴ്സ് തന്നെയാണ് ഓപ്പറേറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നത് എന്നാണ്. നാലാമത്തെ പോയിന്റ് ആണ് ബിൽഡ് എ കോഫി ക്യാൻ പോർട്ട്ഫോളിയോ. അതായത് നമുക്കറിയാം നമ്മളിൽ പല ആൾക്കാരും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അടുത്ത ദിവസങ്ങളിലോ അല്ലെങ്കിൽ അടുത്ത മാസങ്ങളിലോ ഒക്കെ പോയിട്ട് എപ്പോഴും ആ സ്റ്റോക്കിൽ നോക്കിയിരിക്കും, ആ സ്റ്റോക്ക് എന്താ കയറാത്ത, ആ സ്റ്റോക്ക് എന്താ ഇറങ്ങാത്ത എന്ന് കരുതിയിട്ട്. എന്നാൽ ഇവിടെ ഈ കോഫി ക്യാൻ പോർട്ട്ഫോളിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നല്ല കമ്പനിയുടെ സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഒരു സ്റ്റോക്കിനെ ഇൻവെസ്റ്റ് ചെയ്തതിനു ശേഷം മറന്നേക്കുക, പിന്നീട് അതിൽ നോക്കിയിരിക്കരുതെന്നാണ്. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം പണ്ട് കാലത്ത് അമ്മൂമ്മമാരൊക്കെ പൈസ എടുത്തിട്ട് തലേനിടയിൽ ഒളിപ്പിച്ച് വെക്കാറുണ്ട്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ആ ഒരു പൈസ പലർക്കും അവിടെ നിന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ ചില ആൾക്കാർ കുടിക്കലൊക്കെ പൈസ ഇട്ട് വെച്ചിട്ട് മറന്നു പോകാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഈ പറഞ്ഞ നല്ല കുഞ്ഞു കുഞ്ഞു കമ്പനികൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മറന്നു കളയുക. ആ ഒരു സ്റ്റോക്കിലേക്കോ അല്ലെങ്കിൽ ആ ഒരു പോർട്ട്ഫോളിയോയിലേക്കോ എന്നും നോക്കിയിരിക്കരുത്. അതിൻ്റെ ദിവസേനയുള്ള മൂവ്മെന്റ് കണ്ടിട്ട് നിങ്ങൾ സങ്കടപ്പെടുകയോ സന്തോഷപ്പെടുകയോ ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ സ്മോൾ ക്യാപ്പ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ലോങ് ടൈമിലേക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ സ്റ്റോക്ക് മുകളിലേക്കോ താഴേക്കോ പോകുന്ന സമയത്ത് അതിനുള്ളിൽ ട്രേഡ് ചെയ്യാതിരിക്കുക, ഗാംബ്ലിംഗ് നടത്താതെ ഇരിക്കുക. കാരണം അങ്ങനെ ചെയ്യുന്നതോട് നിങ്ങൾക്ക് ചെറിയ ചെറിയ ലാഭങ്ങൾ കിട്ടിയേക്കാം, എന്നാൽ ലോങ് ടൈമിൽ നിങ്ങൾക്ക് കിട്ടേണ്ട വലിയൊരു ലാഭം ഒരു പക്ഷേ ഈ ഒരു ട്രേഡിങ്ങിലൂടെ തന്നെ നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇത്തരം സ്മോൾ ക്യാപ്പ് കമ്പനികളിൽ സ്വയം സ്റ്റഡി നടത്തിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് നിഫ്റ്റി ഉൾപ്പെടെയുള്ള പല ലാർജ് ക്യാപ്പ് കമ്പനികളും കറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലെ സ്മോൾ ക്യാപ്പ് കമ്പനികളായിരിക്കും കൂടുതൽ കറക്റ്റ് ചെയ്യുക. അതായത് 50 മുതൽ 80% വരെ ഇത്തരം കമ്പനികൾ ക്രാഷ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും പറഞ്ഞു കേട്ട അറിവിലാണ് നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പാനിക് ആകാനും നിങ്ങൾ ആ ഒരു 50% അല്ലെങ്കിൽ 80% നഷ്ടത്തിലോ ആ ഒരു സ്റ്റോക്ക് വിറ്റ് കളയാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ തന്നെ പഠിച്ച് മനസ്സിലാക്കി ആ ഒരു കൺവിക്ഷനോട് കൂടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു 50% 80% ക്രാഷ് ആയാൽ പോലും നിങ്ങൾക്കറിയാം ആ കമ്പനി ഫ്യൂച്ചറിൽ തിരിച്ചു വരുമെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപക്ഷെ ആ കമ്പനിയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനേ ശ്രമിക്കുകയുള്ളൂ, നിങ്ങൾ അവിടെ പാനിക് ആവുകയില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്മോൾ ക്യാപ്പ് കമ്പനി ഷെയർ ബൈ ബാക്ക് നടത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ നടത്തുന്നുണ്ടെങ്കിൽ ആ പറയുന്ന കമ്പനി ബെറ്റർ ആണെന്ന് മനസ്സിലാക്കാം. കാരണം കമ്പനി തന്നെ മാർക്കറ്റിൽ അവരുടെ വില നൽകിയിട്ട് അവരുടെ ഷെയർ തിരികെ വാങ്ങുകയാണ്.
അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലൊരു സ്മോൾ ക്യാപ്പ് കമ്പനി കണ്ടെത്തിയാലും ഓടിപ്പോയി കണ്ണും പൂട്ടി അതിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. ഇത്തരത്തിൽ ആ സ്റ്റോക്കിൻ്റെ സപ്പോർട്ടും റെസിസ്റ്റൻസും അതുപോലെ ട്രെൻഡ് ലൈനും അക്യുമുലേഷനും എല്ലാം തന്നെ മനസ്സിലാക്കിയിട്ട് കൃത്യമായ വിലയിൽ നിങ്ങളുടെ ലോസ് ലിമിറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാമുള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ വിശദമായിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് കണ്ടിട്ട് ഫണ്ടമെന്റലി കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി ഉറപ്പുവരുത്തി അതിനുശേഷം ടെക്നിക്കലി ഈ കാര്യങ്ങൾ കൂടി ഉറപ്പുവരുത്തിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കോഫി ക്യാൻ പോർട്ട്ഫോളിയോ മറന്നു കളയണമെന്ന് പറഞ്ഞെങ്കിലും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ കമ്പനിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പല വാർത്തകളും വരാൻ സാധ്യതയുണ്ട് അല്ലേ. ആ ചില വാർത്തകൾ ചിലപ്പോൾ കമ്പനിക്ക് ബെനിഫിറ്റ് ആയിരിക്കാം, എന്നാൽ കമ്പനിക്ക് മോശമായിരിക്കാം. അപ്പോൾ ആ ഒരു വാർത്തകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ സ്റ്റഡീസും നിങ്ങളുടെ ആ ഒരു കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഓരോ 3 മാസത്തിലും കമ്പനിയുടെ റിസൾട്ടുകൾ പുറത്തു വരാറുണ്ട്. ആ റിസൾട്ടുകൾ അനലൈസ് ചെയ്തുകൊണ്ട് കമ്പനി ഹെൽത്തി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിൽ കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട് ഓരോ വർഷവും പുറത്തു വരാറുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ കോളും മറ്റ് കോൺഫറൻസ് മീറ്റിങ്ങുകളും എല്ലാം തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിനൊപ്പം തന്നെ കമ്പനിയുടെ ഫൗണ്ടേഴ്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഡയറക്ടേഴ്സോ ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും തന്നെ എന്തെങ്കിലും മറ്റ് പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കാമുകളിലോ പങ്കെടുക്കുന്നുണ്ടോ, അതിൻ്റെ ഭാഗമായിട്ട് പോകുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ നോക്കി കാണുക. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു കമ്പനിയുടെ റിസൾട്ട് അനലൈസ് ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ലിങ്ക് കൂടി ഞാനിവിടെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി മുന്നിലേക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്നാണ്. അപ്പോൾ ഇത്തരം സ്മോൾ ക്യാപ്പ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ ചെറിയൊരു കമ്പനിയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മുഴുവൻ പൈസ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതായത് പറയുകയാണെങ്കിൽ വളരെ ചെറിയൊരു കമ്പനി ആയതുകൊണ്ട് തന്നെ അത് ഏത് നിമിഷവും ചിലപ്പോൾ പൂട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ അതിനേക്കാളും നല്ല ബെറ്റർ ആയ ഒരു കമ്പനി വരികയാണെങ്കിൽ, വലിയൊരു കമ്പനി വരികയാണെങ്കിൽ ഒരുപക്ഷെ ആ ഒരു കോമ്പറ്റീഷനിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് അല്ലെങ്കിൽ നല്ലൊരു ക്യാഷ് ഫ്ലോ ഇല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ ആ ഒരു കമ്പനി പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വലിയ കമ്പനികളാണ്, നിഫ്റ്റി 50 പോലത്തെ കമ്പനികൾ ാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആ ഒരു പേടി വരേണ്ടതില്ല. എന്നാൽ ഇത്തരം ചെറിയ കമ്പനികളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു ഡിസ്അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ലിക്വിഡിറ്റി കുറവായിരിക്കും എന്നുള്ളതും മറ്റൊരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഞാനൊരു കാര്യം എടുത്തു പറയുന്നത് ഇത്തരം സ്മോൾ ക്യാപ്പ് കമ്പനികളിലേക്ക് നിങ്ങളുടെ മുഴുവൻ ഇൻവെസ്റ്റ്മെന്റ് പൈസയും ഇടാൻ പാടില്ല. പകരം നിങ്ങൾക്ക് എത്ര രൂപയാണോ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നത് അത്തരം ഒരു എമൗണ്ട് മാത്രമേ, നിങ്ങളുടെ ലൈഫിനെ ഒരു തരത്തിലും ബാധിക്കാത്ത ആ ഒരു ചെറിയ എമൗണ്ട് മാത്രമേ ഇത്തരം സ്മോൾ ക്യാപ്പ് കമ്പനികളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ബാക്കി വരുന്ന നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ മെജോറിറ്റിയും നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ നിഫ്റ്റി 50 ബ്ലൂ ചിപ്പ് കമ്പനികളിലൊക്കെ ചെയ്താലും കുഴപ്പമില്ല. എന്നാൽ വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ ഇത്തരത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ സ്മോൾ ക്യാപ്പ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഇത്തരം സ്മോൾ ക്യാപ്പ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുഡ് എമൗണ്ട് ഓഫ് റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ അതൊരു 10-20 വർഷങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും, ലോങ് ടേമിലായിരിക്കും. ഷോർട്ട് ടേമിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വലിയ റിട്ടേൺസ് ഒന്നും കിട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പോൾ $1 ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ $100 ആക്കാം എന്ന ക്രിസ്റ്റഫർ മേയറിന്റെ ഈ ഒരു 100 ബാഗേഴ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പോയിന്റ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാനാണെങ്കിൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് സ്മോൾ ക്യാപ്പ് കമ്പനിയിലേക്കാണ്. അതുപോലെ തന്നെ ആ കമ്പനിയിൽ 2 എഞ്ചിൻസ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ കമ്പനിയുടെ ഓണർ തന്നെയാണ് ഓപ്പറേറ്റർ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നല്ല കമ്പനികളെ കണ്ടെത്തിയതിനു ശേഷം കോഫി ക്യാൻ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഇതുപോലെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ലോങ് ടൈമിലേക്ക് വളരെ ചെറിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇത്തരത്തിൽ ക്രിസ്റ്റഫർ മേയർ ഈ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്കൊരു കാര്യം ഇവിടെ എടുത്തു പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാവുന്ന പോലെ സ്റ്റോക്ക് മാർക്കറ്റ് തന്നെ ഓൾറെഡി റിസ്ക് ഉള്ളൊരു മേഖലയാണ്. എന്നാൽ അതിനേക്കാളും ഇരട്ടി റിസ്ക് ഉള്ള ഒരു മേഖലയാണ് ഇത്തരത്തിൽ നിങ്ങൾ സ്മോൾ ക്യാപ്പ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നാളത്തെ മൾട്ടി ബാഗർ സ്വന്തമാക്കാൻ പോകുന്നത്. കാരണം നിങ്ങൾ കണ്ടെത്തുന്ന ഈ പറയുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പം 20 വർഷങ്ങൾക്ക് ശേഷം അവിടെ കാണണമെന്ന് പോലുമില്ല. കാരണം അത്രയ്ക്ക് ചെറിയൊരു കമ്പനി ആയിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു റിസ്ക് മനസ്സിലാക്കിയിട്ട് മാത്രം വളരെ ചെറിയൊരു എമൗണ്ട് നഷ്ടപ്പെടുത്താൻ തയ്യാറാക്കിക്കൊണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും